നടുപോയേ. വെള്ളം വെട്ടിത്തിളച്ചു പോയടാ. എന്തൊക്കെ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ. ഭൂമി കുലുക്കുന്നുണ്ടോ? എന്ത് കുലുക്കം? വെട്ടിക്കിടന്ന് നിനക്ക് ഭ്രാന്തായോ? വല്ലാത്ത ചൂട്. ഞാൻ പോയി തണുത്തോളം കൊണ്ടുവരാ. നീ പേടിക്കാണ് കെടാ. അയ്യോ 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 ഇതാരോ നമ്മുടെ കഴുത്തിൽ ഊരാക്കൂട് കിട്ടതാ. ശൈവഭൂതങ്ങളാണെന്നാ അവള് പറഞ്ഞത്. ഭൂതങ്ങളൊക്കെ പണ്ടല്ലേ, ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ തന്നെയല്ലേ ഭൂതങ്ങൾ. ആ പെണ്ണെവിടെ? ചിന്നക്കുറുപ്പിനെ കാര്യമായിട്ടൊന്ന് പുഴുങ്ങാതെ ചന്ദ്രപ്പൻ ആ പെണ്ണിനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പെട്ടിയിൽ കയറിയതും അളിയൻ പട്ടിക്കൂട്ടിലായതും പിന്നെ സഹിക്കാം. ആര് വിചാരിച്ചാലും പ്രാന്താവാത്ത ഏടത്തേക്ക് എങ്ങനെ പ്രാന്തായത് എനിക്കതാ മനസ്സിലാവാത്തത്. മുതലാളിക്ക് ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ തന്നെ ആ നാരായണ മാഷ വീട്ടിലും കള്ളം കയറിയത്. അന്ന് അവിടെ നിന്ന് കിട്ടിയത് ഒരു ലുങ്കി, ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ ഒരു താവണി. ആ ഒരു വ്യത്യാസം മാറ്റി വെച്ചാ രണ്ട് സ്ഥലത്ത് കയറിയത് ഒരേ കള്ളല, സംശയമില്ല. സംശയമില്ല. പക്ഷെ പെണ്ണെവിടെ? ആ ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ, താനാണോ ചന്ദ്രപ്പൻ? ഞാനല്ല, ഇവനാണ്. അവനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കുറുപ്പേ. ഇവനോട് ചിന്നക്കുറുപ്പിന്റെ ഏട്ടന്റെ മോൾ എവിടാണെന്ന് പറയാൻ പറ. പടിയുണ്ട്, സൂക്ഷിക്കണേ. ഇവര് കല്യാണം നിശ്ചയിച്ച പെണ്ണാ അവള്. ഈ തൊപ്പി വെച്ച് എന്നുമ്പിൽ തമാശ കളിക്കരുത്. ഞാൻ മൂർഖനാ, കരിമൂർഖൻ. അപ്പൊ ഈ കാണുന്നതാണോ മോലാലിയുടെ പത്തി? അതോ ഇനി വേറെ ഉണ്ടോ? നോക്കി നിൽക്കാതെ ഇവനെ ജീപ്പിലേക്ക് എടുത്ത് മുതലാളി ഒരുപക്ഷെ ഈ നാട്ടിലെ വലിയ പുള്ളിയായിരിക്കും. അങ്ങ് തിരുവനന്തപുരം വരെയും ഡൽഹി വരെയും ഒക്കെ കൈയും കാലും നീണ്ടു നിവർന്നങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ച് അതങ്ങാനും എടുത്ത് യൂണിഫോമിൽ തൊട്ടാലുണ്ടല്ലോ. വേഷം കൊണ്ട് ഞാനൊരു ഇൻസ്പെക്ടറാ, പക്ഷെ ദേഷ്യമെന്ന തനി ഐജിയ. ഇതിലും വലിയ വേഷങ്ങൾ കിട്ടുന്ന അലോട്ടപ്പന്മാർ എന്റെ കയ്യിലുണ്ടോ? ഒന്ന് കറക്കേ വേണ്ടു. പൊതിഞ്ഞു കെട്ടി സ്ഥലം വിടാൻ തിരുവനന്തപുരത്ത് ഓർഡർ വരും. അത് ഞാൻ വരുത്തി കാണിക്കണോ? നീ ഇറങ്ങി പോഴ ചന്ദ്രപ്പാ. ഇൻസ്പെക്ടർ ഇപ്പോഴാ കാര്യം മനസ്സിലായത്. ചന്ദ്രപ്പ പോലെ പ്ലീസ്. ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു STD വിളിച്ച് അവിടുന്ന് ഇങ്ങോട്ടൊരു STD വരാൻ ഏകദേശം എന്ത് സമയം എടുക്കും? ലൈൻ കിട്ടിയ ഒരു 30-35 സാർ. ലൈൻ കിട്ടിയ ഒരു 30-35 മിനിറ്റ് എടുക്കും സാർ. അതുവരെ നമുക്ക് വേണേ പൊരിച്ചൂടെ? കടിച്ചു തിന്നട്ടെ. എന്താ സാർ? അനക്കമില്ല, ലൈൻ കട്ടായി എന്നാ തോന്നണേ. കട്ടാവാണ് സാർ. കോഡ് മാറ്റി ഒന്ന് കറക്കി. ലൈൻ കിട്ടി കൊച്ചുഷ, ലൈൻ കിട്ടി. എന്റെ പൊന്ന് സാറേ, ഞാനും അളിയനും തമ്മിൽ ഒരു കച്ചവടം ഇല്ലേ? പിന്നെന്തിനാ ചത്ത പോലെ നിന്നേ? ഇടി കിട്ടിയ സോം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പെട്ടിയിനകത്തായിരുന്നു. സത്യം പറഞ്ഞോ? ദാ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടി കൊടുത്ത് മേടിച്ചതാ. ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് ഞാനാ. സത്യം പറ, ആ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്തായപ്പുരയിൽ വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അതിനകത്തൊക്കെ എന്തായിരുന്നു? അളിയന്റെ ചരക്ക. ഇവന്റെ അളിയൻ എവിടുന്നാണോ ഇത്രയ്ക്കധികം ചരക്കുകൾ? അതും പഴയ നല്ല നല്ല വിളവെടുപ്പുള്ള ചരക്കുകൾ. ഇത്രയും ചരക്കിനെ ഒന്നായി ഉന്തിക്കൊണ്ടുവരാൻ നിന്റെ അളിയൻ എന്താ ഈ നാട്ടിലെ ഗുഡ്സ് ട്രെയിനാ? തളിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരികയെ. വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സ്റ്റൈലൻ ഇടി. അളിയൻ അന്ന് കിട്ടിയ ഇടിയും ഇപ്പോ കേൾക്കുന്ന നിലവിളിയും തമ്മിൽ പറയത്തക്ക എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കൊണ്ടേ പറയണം. ചെറിയച്ചനോട് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യിക്കാം. ഒരു വ്യത്യാസമില്ല. അതേ ഇടി, അതേ നിലവിളി. കരയുന്നത് ഞാനല്ലാത്തത് കൊണ്ട് ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസം തോന്നും. അത് സാരില്ല. ഈ ഇടി ഇപ്പൊ നിൽക്കും. തുമ്പശ്ശേരി കുറിപ്പ് തിരുവനന്തപുരത്തേക്ക് STD വിളിക്കാൻ പോയിരിക്കാം. ഇടിയുടെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോ ലൈൻ കിട്ടി വരുമ്പോഴേക്കും ചന്ദ്രക്കുറിപ്പ് ഏതാണ്ട് STD ആവും. അവൻ STD ആയി. ഇനി ഒന്നും നോക്കാനില്ല. ചന്ദ്രപ്പൻ ഇപ്പോഴും സ്റ്റേഷനില്ല. ആ ഇൻസ്പെക്ടറെ ഞെറിവട്ടം അങ്ങ് പൂശി ഇവിടുന്ന് കെട്ടിക്കണം. അല്ലെങ്കിൽ അങ്ങ് കൊന്നേക്കണം. അതിനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ വേഗം സ്ഥലം വിടും. ഇൻസ്പെക്ടറെ കൊല്ലേണ്ടി വന്ന ശവം മുതലാളി ഒതുക്കിക്കോണം. കൊന്നു കഴിഞ്ഞാൽ ഇൻസ്പെക്ടർ 4 കഷ്ണമൊക്കെ ഞാൻ കത്തിച്ചേക്ക്. എന്നിട്ട്
കുറെ കോഴിത്ത് വലിച്ചിട്ടും വിതറി ആരെങ്കിലും കണ്ട ചിക്കൻ ഫ്രൈ ആണെന്ന് വിചാരിച്ചോളും. ഇതൊക്കെ ഇത്ര ഉള്ളടാ. മനുഷ്യനായി എന്നെ പോലെ അത്ര ധൈര്യം വേണം. എന്താണോ ഇത്? തുമ്പശ്ശേരിക്കാവിലെ ഉത്സവം കഴിഞ്ഞിട്ടല്ലേ ഭഗവതിക്ക് കെട്ടിക്കാഴ്ചോട്ട് വരിക. ഇതെന്താ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളോ? ഇത് ഭഗവതിക്ക് കെട്ടിക്കാഴ്ചയും തുമ്പശ്ശേരിക്കാവിലെ ഉത്സവമൊന്നും അല്ല കുറുപ്പേ. ഇത് ഈ നാട്ടുകാരുടെ മനസ്സിന്റെ ഒരു സന്തോഷ പ്രകടന. എന്റെ എല്ലാവർക്കും ഭ്രാന്താ. അയ്യോ, ഇന്ന് അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദന കുറിപ്പ് അറിഞ്ഞില്ലേ? നമ്മുടെ നാരായണ മാഷ വീട്ടിൽ മുമ്പ് ഒരു കള്ളം കയറി സകലതും കട്ടോണ്ട് പോയി ആ പാവ മാഷ മോളുടെ കല്യാണം കഴിക്കില്ലേ? ആ കള്ളന് മാനസാന്തരം വന്നു കുറുപ്പേ. കട്ടെടുത്ത സകല സാധനങ്ങൾ മാഷ വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ച ആ കള്ളൻ എങ്ങോ പോയി. ഒരു തരി സ്വർണം പോലും ആ കള്ളൻ വിറ്റ് കാശാക്കിയിട്ടില്ലെന്നേ. കള്ളന് മാനസാന്തരം വരികയെ? അതേത് കള്ളൻ? ഈ നാട്ടിലൊരു പെരുങ്കള്ളൻ. അറിയോ കുറിപ്പിന്? സകലതും തിരിച്ചു കിട്ടിയതിന്റെ പേരിൽ നാരായണ മാഷ വക ഒരു വഴിപാടായി കാണണേ. എല്ലാരും കൂടി മാഷക്ക് വേണ്ടി ഉറഞ്ഞങ്ങോട്ട് തുള്ള, അത്ര തന്നെ. കുറിപ്പിനും തുള്ളാം. എന്താ ചെറിയുറുപ്പ് നിലവിളിച്ചോണ്ടോടുന്ന്? ചിന്നക്കുറിപ്പ് കൊല്ലാൻ ആളെ വിട്ടതാവും. കൊല്ലുന്നതിന് പിടിക്കു വെച്ച് കൃഷ്ണ അല്ലേ തെളിവ്? മുതലാളിയോടെ Stop there! Hands up! ഞാൻ കണ്ടു. ഏട്ടാ ഞാൻ കണ്ടു. ഏട്ടനെവിടെ? ഭൂതങ്ങൾക്ക് പൂജ അടക്കുക, ശബ്ദിക്കാൻ പാടില്ല. ശബ്ദിച്ചാൽ എന്താ ഭൂതങ്ങൾ വിഴുങ്ങോ? എന്താണ്? ഏട്ടാ ഞാൻ രുക്മിണിയെ കണ്ടു. അവൾ ചത്തിട്ടില്ല. ഞാൻ അവളെ ഫുൾ ജീവനോടെ കണ്ടു. ഫുൾ? എവിടെയാണ് ഈശ്വര കണ്ടത്? അവള് താലപ്പലയും പിടിച്ചോണ്ട് തുള്ളിക്കളിച്ച് നമുക്കിട്ട് പടക്കം പിടിച്ച് അമ്പലത്തിലോട്ട് പോണ്. ഇപ്പൊ ചെന്ന കൈയോടെ പിടിക്കാം. ചന്ദ്രപ്പോട് ജീപ്പിറക്കാൻ പറ. ചന്ദ്രപ്പൻ അങ്ങ് പോലീസ് സ്റ്റേഷനിലാ. പിന്നെ അവിടെ നിന്ന് ജീപ്പ് ഇറക്കുന്നത്. ആ ഇൻസ്പെക്ടറെ ഞാൻ തട്ടും. 3 എണ്ണത്തിനെ ഞാൻ മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷം. ഇതൊക്കെ ഊര് വലിച്ചെടുത്ത് വരുന്നുണ്ടോ? അവളെ കൈയോടെ പിടിക്കണം. പുണ്യാഹം കഴിച്ച് ശുദ്ധമാക്കി അകത്തേക്ക് എടുത്താൽ മതി. ഓം നമ ശിവായ. ഇനി ഒന്നും നോക്കാനില്ല. നീ വേഗം ജീപ്പ് എടുക്ക. നമ്മൾ അങ്ങോട്ട് പോകുന്നു, അവന്മാരെ തട്ടുന്നു. ജീപ്പ് എടുക്ക. കല്ലേ ഒന്ന് പൊങ്ങിത്തോ, നിനക്കൊരു പണി തരാ. കെട്ടിപ്പിടിച്ച് നിൽക്കുക, പിടിച്ചു നിർത്തിയേക്ക. ആണോ? വിടുമോനെ, വിടുമോനെ. പോയി നിക്കണോടാ, പാന്റ് കൊണ്ടുപോടാ. മാഷ് എന്തായി പറയുന്നത്? കട്ടുകൊണ്ടുപോയ സാധനങ്ങൾ കള്ളം തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തരികയെ? ആ കള്ളൻ എന്താ തലയ്ക്കല്ല സുഖമില്ലേ? ഏയ്, നല്ല സുബോധമുള്ള കള്ളൻ തന്നെ അവൻ. എല്ലാ കള്ളന്മാരും അവനെ പോലത്തെ കള്ളന്മാരായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ നാട്ടിൽ പോലീസിന്റെ ആവശ്യം പിന്നെ ഉണ്ടാവില്ല. കളവ് പോയി എന്ന് പറഞ്ഞ് എഴുതി തന്ന പരാതികളൊക്കെ പിൻവലിക്കാനാ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞേ. മാഷുടെ മോളുടെ ആഭരണങ്ങൾ മാത്രല്ല, ഈ ഗോവിന്ദൻ കുട്ടിയുടെ വെള്ളിപ്പാത്രങ്ങൾ കിട്ടി, മൊയ്തൂന്റെ ബാപ്പാന്റെ മെതിയടി കിട്ടി, പണിക്കരുടെ കട്ടില് കിട്ടി, ഈ അമ്മൂന്റെ മാലയും കിട്ടി. കള്ളന്മാരിങ്ങനെ തോന്നിയാസം കാണിച്ചാൽ ഞങ്ങളുടെയൊക്കെ കാര്യം കഷ്ടത്തിലാവുമല്ലോ. ആ കള്ളന്റെ അഡ്രസ് ആർക്കെങ്കിലും അറിയാവോ? അഡ്രസ് മാത്രമല്ല ജീവചരിത്രവും കിട്ടിയിട്ടുണ്ട്.
സാർ ആ പേപ്പറൊക്കെ വാങ്ങി മുകളിലേക്ക് പറഞ്ഞു. മോളിൽ നിന്ന് ആള് വരുമ്പോ ബാക്കി കാര്യങ്ങൾ നാട്ടുകാർ നോക്കി. ഇനി പരാതി പിൻവലിക്കുന്നതിൽ സാക്ഷിയൊപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒപ്പിട്ട് തരും. എന്റെ പെങ്ങളുടെ മോളാ ചിന്നമ്മണി. മാഷക്കൊരു പെങ്ങളുണ്ടെന്നും അവർക്കൊരു മോളുണ്ടെന്നും ഞാൻ ഇപ്പോഴാ അറിയണേ. അന്ന് കള്ളം കയറിയപ്പോ ഇവരിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ചോദ്യം ചെയ്യുമ്പോ ഞാനന്ന് കണ്ടില്ല. ഇല്ല, അന്ന് അവൾ ഉടുപ്പിയിൽ എക്സ്കർഷന് പോയതല്ലേ. ഉടുപ്പി പൊയ്ക്കോട്ടെ, ഇനിയിപ്പോ എന്ത് ചോദിക്കാനാ? എന്താ മാഷയുടെ പെങ്ങളുടെ പേര്? സുഹാസിനി. സുഭാഷിണി. സുഭാഷിണി. സുഹാസിനി. സുഹാസിനി. സുഭാഷിണി. സുഭാഷിണി അല്ലേ? സുഹാസിനിയാണോ പെങ്ങള്? സുഭാഷിണിയാണോ പെങ്ങള്? അതിപ്പോ ദിനകരൻ പറഞ്ഞ സുഹാസിനി മൂത്ത പെങ്ങള്, സുഭാഷിണി ഇളയ പെങ്ങള്. അവരെ വിട്ടുനിൽക്കുന്നുള്ള വിഷമം കാരണം മാഷ അവരെ കുറിച്ച് ഒന്നും സംസാരിക്കാറില്ല. സംസാരിച്ച അപ്പ കരയും. അതാ ദിനകരൻ വരണമെന്ന് പറഞ്ഞത്. അതാണ് കൊച്ചിഷ്ണ സ്നേഹത്തിന്റെ ശക്തി. വ്യക്തിബന്ധങ്ങൾക്ക് ഇത്രയും വില കൽപ്പിക്കുന്ന മാഷ പോലുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരു കള്ളനും ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഇനി അഥവാ കൊണ്ടുപോയാൽ തന്നെ അത് തിരിച്ചുകൊണ്ട് തരുമെന്ന് മാത്രമല്ല, വന്ന് കാല് പിടിക്കും. സത്യം പറയാമല്ലോ മാഷെ, മാഷ പരിചയപ്പെട്ട ശേഷം ഈ പോലീസ് വേഷം വലിച്ചെറിഞ്ഞിട്ട് വല്ല മാഷും ആയാലോ എന്ന് ഞാൻ ആലോചിക്കുക. എനിക്ക് ഈ ജോലി മടുത്തു, സത്യം പറഞ്ഞാൽ മടുത്തു. സാരല്ലേ ഇൻസ്പെക്ടറെ, ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും നീരസങ്ങളും ഒക്കെ ഉണ്ടാവും. മാഷ്മാരുടെ ജോലി അത്ര സുഖമുള്ള കാര്യമാണെന്ന് ആരാ പറഞ്ഞേ? എത്ര എത്ര ടീച്ചർമാരുടെ പ്രശ്നങ്ങളാ അവരുടെ തലയെ കിടക്കണേ, അല്ലേ? അതെ അതെ അല്ലേ? അതെ. ഏട്ടനിപ്പോ അങ്ങനൊന്നും പോണ്ട. ഇവിടെ നിന്ന് മാറി നിൽക്കുന്ന ആ ബുദ്ധി. മാഷ് എല്ലാവരും പഴയ പരാതിയൊക്കെ പിൻവലിക്കാൻ വന്നിരിക്കുക. കള്ളൻ തന്നെ വന്ന് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു അത്രേ. ഏട്ടാ, ഏട്ടനേക്കാൾ വലിയൊരു കള്ളൻ ഈ ലോകത്ത് എവിടെയുണ്ട്. അവൻ ആരായാലും ശരി, അവന്റെ കൂടെ ഒരു 5-6 മാസം താമസിക്കുന്നത് നല്ലതാ. ഏട്ടൻ ഇത്തിരി വിവരം വെക്കും. ഒരു ധാവണയും കെട്ടിപ്പിടിച്ച് എന്റെ കുട്ടികളെ കഴുത്തി കയറി പിടിച്ചില്ലേ? അവൾ അകത്തുണ്ട്. തുലാം 16 മുമ്പ് അവളെ ജീവനോടെ കൊണ്ടുവന്ന് ഈ കല്യാണം നടത്തിയാൽ ഇതുവരെ നടന്നതൊക്കെ തുമ്പശ്ശേരിക്കുറിപ്പ് മറക്കും. ഇല്ലേ? ഒന്നും മറക്കാതെ തുമ്പശ്ശേരി നടക്കും. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ അടിച്ച് പളർത്തിക്കളയും ഞാൻ. എന്താ എന്താ ഇവിടെ എന്താ മാഷ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എനിക്കൊരു പ്രശ്നമുണ്ട്. ഇത് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കണം. ഇവൾക്ക് എന്നെ പരിചയമുണ്ടോ എന്ന് അറിഞ്ഞിട്ട് പോയാ മതി. സൂക്ഷിച്ച് സംസാരിക്കണം. ഇവളെന്റെ പെങ്ങളുടെ മോളാ. പേര് ചിന്നമ്മണി. അച്ഛനും അമ്മയും മരിച്ചുപോയ മോള്. ഇത്തിരി കൈക്കരുത്തും മനസ്സിലൊരു പിശാചുണ്ടെന്ന് വെച്ച് വല്ല ഉമ്മാക്കിയും എന്റെ പിള്ളേരുടെ നേരെ കാണിച്ച സ്കൂളിൽ പഠിപ്പിച്ച മാഷാണെന്നൊന്നും ഞാൻ ചിന്തിക്കില്ല. അച്ഛാ, എന്താ മാഷ ഇത്? എന്താ പ്രാന്തായോ? തനിക്കെന്താ പ്രാന്തായോ? എടോ ചിന്ന ചിന്ന കുറിപ്പ്, ഇത് മാഷയുടെ വീട്ടിലെ കുട്ടിയാ. മാഷയുടെ പെങ്ങള് സുഭാഷിന്റെ മോള്. അത് സുഹാസിനിയുടെയോ? ഇവളെ പ്രസവിക്കാൻ ഇയാൾക്ക് എവിടുന്ന ഒരു പെങ്ങളെ കിട്ടിയത്? ഇവനൊരു STD ആണെന്നാണ് തോന്നുന്നത്. മാഷ് പരാതി എഴുതിത്ത ഞാനിപ്പോ അവന്റെ കോഡ് കറക്കി അടിച്ച് മാറ്റിത്തരാം. വേണ്ട, ഇയാൾക്ക് ആള് മാറിപ്പോയതാ. ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. അച്ഛനും ചിന്നമണി വാ. അങ്ങനെ പോയാൽ എങ്ങനെ? പ്ലീസ് ഒരു പരാതി എഴുതി തരൂ. പേപ്പർ സ്റ്റേഷനിൽ നിന്ന് എടുക്കട്ടെ. നിങ്ങളെല്ലാവരും പറ, ഞാൻ ഈ ചിന്നക്കുറിപ്പിനെതിരെ പരാതി കൊടുക്കണോ? വേണ്ടെന്ന്. കണ്ടോ, ഈ ജനശക്തിയാണ് ഞങ്ങളുടെ ശക്തി. എല്ലാവരും വണ്ടി കയറിക്കോളൂ. മോനെ ആ കുറുപ്പേ, ആ കുറുപ്പേ, 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 ആ കുറുപ്പേ, ആ കുറുപ്പേ, 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 ആ കുറുപ്പേ, ആ കുറുപ്പേ, കുറുപ്പേ, കുറുപ്പേ.